നമസ്കാരം. തീവ്രവാദ സംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് അഞ്ചംഗ സംഘത്തെ ഗുജറാത്ത് ATS പിടികൂടിയതിന് പിന്നാലെ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. ബിലാൽ ആബിദ്, മുഹമ്മദ് അയൂബ്, മുഹമ്മദ് പാലൻപുരി, ഷഫിയ റയീസ് മുക്തി, മുഹമ്മദ് ഹസൻ കാർഡിയ എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം ATS പിടികൂടിയത്. സിദ്പൂർ താലൂക്കിലെ ഖാദിയാൽ ഗ്രാമത്തിൽ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. പിന്നീട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ഇവരെ ജൂലൈ 24 വരെ ATS കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. പ്രതികൾ AK-47 ഉപയോഗിക്കുന്നതിലും ബയോകെമിക്കൽ ആക്രമണങ്ങളിലും പ്രത്യേക പരിശീലനം നേടിയിട്ടുണ്ടെന്നാണ് ATS വെളിപ്പെടുത്തുന്നത്. സാധാരണക്കാരെ ലക്ഷ്യമിട്ട് ആയുധമായി ഉപയോഗിക്കുന്നതിനായി മാരകമായ കാർബൺ മോണോക്സൈഡ് വാതകം എങ്ങനെ നിർമ്മിക്കാമെന്നും ഇവർ പ്രധാനമായും പഠിച്ചിരുന്നതായി അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. വിദേശത്തുള്ള അബ്ദുള്ള എന്ന ഭീകരന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് ഈ ഭീകരമുട്ടികൾ പ്രവർത്തിച്ചിരുന്നത്. കൃത്യതയാർന്ന ബോംബ് നിർമ്മാണം മുതൽ ഭൂമിക്കടിയിൽ ഒളിപ്പിച്ച് പൊളിപ്പിച്ചെടുക്കുന്ന സാധാരണ ബയോകെമിക്കൽ ഉപയോഗിച്ച് വിഷവാതകം നിർമ്മിക്കുന്നത് വരെയുള്ള 40 വ്യത്യസ്ത ഭീകരവാദ തന്ത്രങ്ങളാണ് ഇവർ പഠിച്ചിരുന്നത്. അറസ്റ്റിലായവരിൽ 2 പേർ ജമ്മു കാശ്മീരിലേക്ക് യാത്ര ചെയ്താണ് AK-47 റൈഫിളുകൾ പ്രവർത്തിപ്പിക്കുന്നതിൽ പ്രത്യേക പരിശീലനം നേടിയത്. തങ്ങളുടെ ശൃംഖല പ്രാദേശികമായി വ്യാപിപ്പിക്കുന്നതിനായി ഈ സെല്ലിലെ അംഗങ്ങൾ ഒരു കശ്മീരി യുവാവുമായി ബന്ധം സ്ഥാപിക്കാൻ വഡോദരയിലേക്ക് യാത്ര ചെയ്തിരുന്നതായും അന്വേഷണത്തിൽ വ്യക്തമായി. പ്രതികൾ വെറും പരിശീലനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവരല്ലെന്നും ഇതിനോടകം തന്നെ 8 വെവ്വേറെ സ്ഥലങ്ങളിൽ ബോംബ് സ്ഫോടന പരീക്ഷണങ്ങൾ നടത്തിയതായും ATS സ്ഥിരീകരിച്ചു. പരീക്ഷണങ്ങൾക്ക് ശേഷം സോഡിയം ഫോസ്ഫേറ്റും അവശേഷിച്ച വയറുകളും ഉൾപ്പെടെയുള്ള നിർണായക തെളിവുകൾ ഇവർ മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളിൽ ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. ഫോറൻസിക് സംഘം ഇവ പിന്നീട് കണ്ടെത്തുകയും ശാസ്ത്രീയ പരിശോധനയ്ക്കായി പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. തങ്ങൾക്ക് നിർദ്ദേശം നൽകിയ ഭീകരനിൽ നിന്ന് ലഭിച്ച 3 ലക്ഷം രൂപ ധനസഹായം ഉപയോഗിച്ച് പ്രതികൾ നിരീക്ഷണങ്ങൾ നടത്തുന്നതിനായി ഒരു കാറും ഇരുചക്രവാഹനവും വാങ്ങിയിരുന്നു. അറസ്റ്റിലാകുന്ന സമയത്ത് അഹമ്മദാബാദിലെ ഒരു ഗാർഡൻ സ്റ്റൈൽ ഹോട്ടൽ ആക്രമിക്കുന്നതിനായി ഇവർ സജീവമായി നിരീക്ഷിച്ചു വരികയായിരുന്നു. പ്രതികളുടെ ഒളിവ് കേന്ദ്രങ്ങളിൽ നടത്തിയ റെയ്ഡിൽ 43 ജിഹാദി പുസ്തകങ്ങളും ഡിജിറ്റൽ മാനുവലുകളും പോലീസ് കണ്ടെടുത്തു. കദിയാസനിലെ ഒരു മദ്രസയിൽ വെച്ച് യുവാക്കളെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കുന്നതിനായി ഈ ഭീകര ശൃംഖലയുടെ പ്രധാന ഗൂഢാലോചനക്കാരനായ അമീൻ ഷേര ഈ പുസ്തകങ്ങൾ ഉപയോഗിച്ചിരുന്നതായി ATS വ്യക്തമാക്കുന്നു. കേസിലെ മറ്റു കണ്ണികളെ കണ്ടെത്താനായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ATS. ജൂലൈ 3 8 പേരെ അറസ്റ്റ് ചെയ്തതോടെയാണ് ഈ കേസിന് തുടക്കമായത്. ജെയ്ഷെ മുഹമ്മദ് ഗുജറാത്തിൽ സജീവ ശൃംഖല രൂപീകരിക്കാൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ചാണ് അന്വേഷണം നടക്കുന്നത്. അറസ്റ്റിലായവർക്കെതിരെ UAPA പ്രകാരമുള്ള വിവിധ വകുപ്പുകളും ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള വിവിധ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. ഗുജറാത്തിലെ വിവിധയിടങ്ങളിൽ തീവ്രവാദ പ്രത്യയശാസ്ത്രങ്ങൾ പ്രചരിപ്പിക്കുക, ബോംബ് നിർമ്മാണത്തിനുള്ള സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കുക, ഒന്നിലധികം സ്ഥലങ്ങളിൽ സ്ഫോടന പരീക്ഷണങ്ങൾ നടത്തുക തുടങ്ങിയ പ്രവർത്തനങ്ങളിലാണ് ഈ സംഘം ഏർപ്പെട്ടിരുന്നതെന്ന് ATS ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. തുടർച്ചയായ ചോദ്യം ചെയ്യലിൽ ഒരു മദ്രസ അധ്യാപകന്റെയും 2 വിദ്യാർത്ഥികളുടെയും പേരുകൾ ഉൾപ്പെടെയുള്ള നിർണായക വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കേസിലെ മുഖ്യ സൂത്രധാരന്മാരുമായി ഇവർ നടത്തിയ ആശയവിനിമയങ്ങൾ, പണം കൈമാറിയതിന്റെ രേഖകൾ, സ്ഫോടക വസ്തുക്കൾ എത്തിച്ചു നൽകിയതിന്റെ ശൃംഖല എന്നിവയെല്ലാം കൃത്യമായി കോർത്തിണക്കാൻ ATS സംഘത്തിന് സാധിച്ചിട്ടുണ്ട്. ഗുജറാത്തിലെ പ്രമുഖ നഗരങ്ങളെയും തീർത്ഥാടന കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു ഇവരുടെ നീക്കങ്ങളെന്നാണ് സൂചന. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും കേന്ദ്ര ഏജൻസികളുമായി ചേർന്ന് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണെന്നും ഗുജറാത്ത് ATS വ്യക്തമാക്കി.